ഞാൻ ഇറങ്ങണോളി. ഇത് നിങ്ങക്ക് പണിയില്ലല്ലോ. ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതാണ്, അതെല്ലാം നല്ല നോക്കിട്ടോളി. എനിക്കല്ലെങ്കിൽ സമയം ഞാൻ പോണോ. അസ്സലാമു അലൈക്കും. അമ്മ ഞാൻ ഇറങ്ങണോട്ടോളി. അസ്സലാമു അലൈക്കും. ഐഷാത്തോ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ? അതാരാ പാത്തുവോ? വാ കേറി ഇരിക്കി. നിങ്ങളിപ്പോ ആ വഴിക്കൊന്നും കാണലേ ഇല്ലല്ലോ. എന്താ പാത്തുവോ, എങ്ങനെ വരാൻ കൂടുക? നേരം വിളിച്ചായി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് 9 മണിയാകുമ്പോഴേക്കും ജോലിക്കാരി അങ്ങോട്ട് ഇറങ്ങും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് 6 മണിക്കാണ്. അതുവരെ ഈ കുട്ടികളെ നോക്കിയിട്ടും കുളിപ്പിച്ചു കൊടുത്തിട്ടും തിന്നാൻ കൊടുത്തിട്ടുള്ള പണികളാണ് എനിക്ക്. വയസ്സായി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും 16 കാര്യങ്ങൾക്കുള്ള പണികളാണ്. ഇപ്പോഴും നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ മരുവോളിലെ ജോലിക്ക് പോക്ക് ഇതുവരെയായിട്ട് നിങ്ങൾ നിർത്തിയിട്ടില്ല? എന്താ ഒരു കാര്യം? എന്ത് പേരും പ്രശസ്തിയുള്ള തറവാടായിരുന്നു. പെണ്ണുങ്ങൾ ഒരു തീപ്പെട്ടി വാങ്ങാൻ പോലും പുറത്തേക്ക് വിട്ടാക്കാത്ത ആൾക്കാരില്ലായിരുന്നു നിങ്ങള്. ഇപ്പൊ ഇവിടുന്ന് ഒരു പെണ്ണ് പുറത്ത് ജോലിക്ക് പോകാന്ന് പറഞ്ഞ അയ്യേ, എന്താ ഒരു കഷ്ടം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പാത്തോ? പെണ്ണുങ്ങളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനൊത്ത് തുള്ളണ ആണുങ്ങളല്ലേ ഇപ്പത്തെ കൊണ്ടന്മാര്. അവന്റെ അടുത്ത് പറഞ്ഞാ പറയും അവള് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ, നിങ്ങൾക്ക് എന്താ അത്ര കുറ്റിയെന്നത്. പിന്നെ എന്താ ഞാൻ ചെയ്യാ? അവരങ്ങനെയൊക്കെ പറയും. അതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതിനൊക്കെ എന്റെ മരുമക്കള് എന്തിനൊക്കെ പഠിച്ചതാ അവര്. തുടക്കത്തിലൊക്കെ അവരും ഇങ്ങനെയൊക്കെ വാശിയൊക്കെ കാണിച്ചതാ. ഞാൻ എന്റെ വാക്ക് തന്നെ ഉറച്ചു നിന്നു. ഇപ്പൊ കണ്ടില്ലേ, വീട്ടുപണിയും ചെയ്ത് കുട്ടികളെയും എന്നെയും കെട്ടിയമാരെയും നോക്കിയിട്ട് സുഖമായി വീട്ടിലിരിക്കുന്നത്. അവരുടെ തോന്നിയ പോലെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഉമ്മാരാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിരിക്കുന്നത്? അവർക്കൊക്കെ ഇപ്പൊ എന്താ നമ്മളെ വില? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പെണ്ണുങ്ങള് പറയും പോലെയല്ലേ. പിന്നെ പെണ്ണുങ്ങളുടെ ശമ്പളം കൊണ്ട് വീട് കഴിയുമ്പോഴേ അവന്റെ വിലവീര്യത്തേക്ക് ഉണ്ടാവും. പിന്നെ അവര് പറയുന്നത് തന്നെയായിരിക്കും ശരി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ അതും ആലോചിച്ചിട്ട് കുത്തിരിക്കണ്ട. എന്നാലേ ഞാൻ പോട്ടെ. അവിടെ വിരുന്നുകാര് വരുന്നുണ്ട്. അവര് വരുമ്പോഴേക്കേ ഞാൻ പോയിട്ട് തിരുമ്പലും കുളിയൊക്കെ ഒന്ന് കഴിയും. ചക്ക, നീ ഇന്ന് പണിക്കൊന്നും പോണില്ലേ? ഇല്ലമ്മ, അന്ന് പണി കുറവാ, അതുകൊണ്ട് ഞാൻ പോണില്ലെന്നു. പെണ്ണുങ്ങളെയും പണിക്ക് വിട്ടാക്കിയിട്ട് നീ ഇവിടെ പണിക്കും പോവാണ്ട് ഇങ്ങനെ ഇരുന്നോ? എത്ര കാലം ഇതിന്റെ അടുത്ത് പറയണു അവളുടെ അടുത്ത് ജോലിക്ക് പോണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിട്ട്. പെണ്ണുങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ട ഈ തറവാട് കഴിയാന്. അത് മാത്രല്ല, അവൾക്കിപ്പ എന്നെ തീരെ വിലയില്ല. അതെങ്ങനെയാണ്? അവള് ജോലിക്കാരിയല്ലേ, പിന്നെ എന്താ എന്നെ വില വെച്ചോളന്ന്? അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഉമ്മാന്റെ വെറും തോന്നല. നിനക്കിപ്പോ വലുത് അവളാണല്ലോ. നോക്ക്, ഞാനൊരു കാര്യം പറയാം നിന്റെ അടുത്ത്. വൈകുന്നേരം അവള് വന്നു കഴിഞ്ഞാലേ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോ. പെണ്ണുങ്ങള് സമ്പാദിച്ചിട്ട് വേണ്ട ഈ തറവാട് കഴിയാന്. ഇതുവരെ അത് ഉണ്ടായിട്ടുമില്ല. ഇനി അവളായിട്ട് അതിന് മാറ്റം കൊണ്ടുവരും വേണ്ട. നീ ചായ കുടിച്ചോ? നിക്കുന്ന ചായ വെച്ചിട്ട് വരാം. എന്താടി നിന്റെ മുഖത്ത് വലിയ ഉഷാറ് കാണാനില്ല? എന്താന്നറിയില്ല, ഇന്നിപ്പോ രാവിലെ മുതലേ ഭയങ്കര തലവേദന. ഗുളികയൊക്കെ കഴിച്ചു നോക്കി, ഒരു വ്യത്യാസമില്ല. രാവിലെ മുതലേ വീട്ടുപണിയും ജോലിക്ക് പോക്കും കുട്ടികളെ നോട്ടും എല്ലാം കൂടിയല്ലേ. നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവോ? നിങ്ങൾ കാര്യം പറയും എന്നിട്ടല്ലേ. കാര്യം എന്താ? നീ ജോലിക്ക് പോണ ഉമ്മാക്ക് ഇഷ്ടല്ല. ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല, പഴയ ആളല്ലേ. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്ത് പണിക്ക് പോയിട്ടില്ലല്ലോ. അതിനെങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ പണിക്ക് പോവുക? ഇവിടെയുള്ള പെണ്ണുങ്ങളിലേക്ക് 15, 16 വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ചു വിടുകയല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ ഉമ്മാന്റെ കാലഘട്ടമൊന്നല്ല. ഞാൻ നിങ്ങളുടെ ഉമ്മയല്ല. ഞാൻ ജോലിക്ക് പോകണമെന്നും പറഞ്ഞിട്ടേ ഇവിടെ എന്ത് കുറവാ വെറ്റിക്കുന്നത്. ഞാൻ രാവിലെ 4, 4:30 ആകുമ്പോഴേക്കും എണിച്ചിട്ടേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടല്ലേ പോണത്. പിന്നെ എന്താ നിങ്ങളുടെ ഉമ്മാക്ക് ഞാൻ പോണേൽ ഇത്ര ദേഷ്യം? ഇനി ഉമ്മ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഉറക്കം വരും. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. വന്ന് കിടക്കാൻ നോക്ക്. രാവിലെ എണിച്ചിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഞാൻ ഇറങ്ങാനിട്ടോളേ. ഞാൻ അവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞില്ലേ അവൻ നിന്റെ അടുത്ത്? പറയും ചെയ്തു. അതിനുള്ള മറുപടി ഞാൻ വിശദമായിട്ട് മകന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഉമ്മാക്കേ ഒഴിവുള്ള സമയത്ത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ശരി, എന്നാ ഞാൻ പോണു. എന്താണ് അപ്പൊ അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? അവള് പണിക്ക് പോണേൽ ഉമ്മാക്ക് എന്താ അത്ര ദേഷ്യം? അവൾ എന്തായാലും ജോലിക്ക് പോക്ക് നിർത്താൻ പോണില്ല. ഇനി ഉമ്മാന്റെ കൂട്ടം കേട്ടിട്ട് അവളായിട്ടുള്ള ബന്ധം ഒഴിവാക്കണോ ഞാന്? അങ്ങനെ പറഞ്ഞാ അനുസരണമില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലേ ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. ഞാൻ ഉമ്മാന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ? അവള് നാളെ പറയാണ് നമുക്ക് നമ്മുടെ ഉമ്മാനെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കുകയെന്ന്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെന്ത് കൂട്ടാടാ നീ കൂടുന്നത്? ഞാൻ നിന്നെ പേരെ തള്ളയല്ലടാ. ആണല്ലോ. അപ്പൊ അവള് പറയുന്ന തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല, ഉമ്മ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല. അവളിപ്പോ ജോലിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. ഓ, അപ്പൊ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലേ? പറയണ വാക്ക് വില ഉള്ളതാണെങ്കിൽ അതിന് നമ്മൾ വില തരും. അല്ലാതെ എന്ത് പറഞ്ഞാലും ഉമ്മയാണ് പറഞ്ഞിട്ട് അനുസരിക്കണതേ അതെന്തായാലും നടക്കാൻ പോണില്ല. പിന്നെ എനിക്ക് ഉമ്മാന്റെ അടുത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഉമ്മാക്കുള്ള കുഴി ഉമ്മേനെ സ്വയം തോണ്ടാണ്ടിരുന്ന ഉമ്മാക്ക് നല്ലത്. ഉമ്മാക്ക് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നാ ഞാൻ ഇറങ്ങുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല. ഇന്ന് കൂടുതൽ പണിയുള്ള ദിവസം.